കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കിച്ചണിൽ നിൽക്കുമ്പോഴേ നീ പിന്നിൽ കിടന്ന് കളിക്കുന്നതും വിരളുന്നതും ഒക്കെ കാണുന്നുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് യഥാർത്ഥ തെളിവ് നിനക്കെടുക്കാൻ വിധത്തിൽ അവിടെ തന്നെ വെക്കാൻ മാത്രം മണ്ടിയാണെന്ന് കരുതിയോ? അതെ, ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീൻ കൂടിയുണ്ട്, കണ്ടു നോക്ക്. വലിയ ഷെർലക് ഹോംസ് ഒന്നും ആവണ്ട. എത്ര വലിയ IAS പാസ്സായാലും നീ ശാരദയുടെ മകളാ. അത്രയ്ക്ക് ബുദ്ധി ഉണ്ടാവും. നിനക്ക് കിറ്റ് മാറ്റിവെക്കാൻ ഞാനൊരു അവസരം തന്നതാ. അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും നീ തെളിവ് നശിപ്പിച്ചേനെ. നീ വെച്ച കിറ്റ് തന്നെയാ അവിടെ ഉള്ളതെന്ന മനസ്സമാധാനത്തിൽ നീ നടന്നതുകൊണ്ടാ നിന്റെ കൺമുന്നിൽ തന്നെ എനിക്ക് ആ തെളിവ് സൂക്ഷിക്കാൻ പറ്റിയത്. വെച്ചോ, നിന്റെ സ്വന്തം പ്രോപ്പർട്ടി അത്. യഥാർത്ഥ തെളിവ് ഫോറൻസിക്കുകാരുടെ കയ്യിലാ സുസ്മിത. റിപ്പോർട്ട് വരേണ്ട താമസേ ഉള്ളൂ നീ അഴിയെണ്ണാൻ. നിന്റെ വളയിട്ട ഈ കയ്യിലെ വിലങ്ങ് വീഴും. പിന്നെ ഷെർലക് ഹോംസ് ഒന്നും അല്ലെങ്കിലും നിന്നേക്കാൾ ബുദ്ധിയുണ്ട് ശാരദാമ്മയുടെ മകൾക്ക്. എന്റെ അമ്മയും IAS തന്നെയാടി, ഇന്ത്യൻ അടുക്കള സർവീസ്. വെട്ടിയെറിഞ്ഞ് ഞണ്ണാൻ മാത്രം അറിയാവുന്ന നീയൊക്കെ മനസ്സിലാക്കി വെച്ചോണം. അതും അത്ര കുറഞ്ഞ സർവീസ് ഒന്നും അല്ലാന്ന്. അശ്വമേധമൊക്കെ കഴിഞ്ഞടി. നിന്നെ പൂട്ടാനുള്ള കടിഞ്ഞാണുകളിൽ ഒന്നും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പുറകെ വരുന്നുണ്ട് ബാക്കി. ക്ലൈമാക്സ് സീൻ സെൻട്രൽ ജയിലിൽ. ഫോറൻസിക്കാർ എന്റെ വിരലടയാളം കണ്ടെത്തിയ അവള് പറഞ്ഞത് ശരിയാകും. ഞാൻ തീർന്നു. ആ കിറ്റ് ഫോറൻസിക്കാരെ കൊണ്ടുപോകാൻ പാടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? വിഷ്ണു, വിടില്ല ഞാൻ എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തവരെ. അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ അവസാന ശ്വാസം വരെ പോരാടി ഞാൻ. എന്താ? ടാബ്ലറ്റ്. ഓ,
എന്റെ ആരോഗ്യത്തെക്കുറിച്ച് നിനക്ക് വലിയ ഉത്കണ്ഠയല്ലേ? അതുകൊണ്ടാണല്ലോ സന്തോഷിക്കാനുള്ള വകയൊക്കെ ചെയ്തു കൂട്ടിയത്. ഞാൻ സത്യാമ്മയ്ക്ക് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. നീ മിടുക്കിയ, എന്ത് ചെയ്തിട്ടും പിടിച്ചു നിൽക്കും. നിന്റെ ഈ നാവില്ലായിരുന്നെങ്കിൽ എന്നെ നീ തീർന്നേനെ. ഞാൻ നുണ പറയാറില്ല സത്യാമ്മ. ചെയ്യുന്നത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. നീ നുണ പറയോ പ്രവർത്തിക്കോ എന്നൊക്കെ വൈകാതെ തെളിയും. പായസത്തിൽ വിഷം ചേർത്തത് ആരാണെന്ന് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? കുറ്റം ചെയ്തവര് പേടിച്ച പോരെ സത്യാമ്മ? കുറ്റം ചെയ്തവർ പേടിക്കണം. നീ പേടിക്കും. ശരി, അതപ്പോഴല്ലേ. അത് സത്യാമ്മയ്ക്ക് നല്ല ആരോഗ്യത്തോടെ തന്നെ കാണണ്ടേ? അതുകൊണ്ട് ഈ ടാബ്ലറ്റ്സ് കഴിക്കണം. എന്നോടുള്ള ദേഷ്യം മരുന്നിനോട് കാണിക്കണ്ട. എങ്ങോട്ട് പോയോ എന്തോ. ഞാൻ അല്പം ലേറ്റായെന്ന് തോന്നുന്നു. ആ വിഷക്കുപ്പിയില് നല്ല വ്യക്തമായി പതിഞ്ഞു കിടപ്പുണ്ട് എന്റെ വിരലടയാളം. അത് ഫോറൻസിക്കാര് കണ്ടുപിടിച്ച മൊത്തം തീർന്നു. എന്ത് വില കൊടുത്തും ശാലിനി കൊടുത്ത ആ തെളിവുകൾ തിരിച്ചെടുക്കണം. ചേട്ടാ 3 സർവത്ത്. ചേട്ടാ, ഇവിടെ നിർത്തിയാ മതി. സോഡ മതി കേട്ടോ. അതെ, എന്റെ കാശ് തന്നിട്ട് പോ. ദാ. 50? ഇത് പോരാ, നാട് മൊത്തം കറങ്ങിയിട്ട് വന്നേല്ലേ. ഇതാ കൊച്ചേ, ഈ പിശാചിനെ ഞാനൊന്ന് കൊല്ലും. ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോഴാ അവന്റെ ഒരു ഓട്ടോ കൂലി. എന്താ അതും പോരെ? ഇത് കൂടുതലാ, ബാലൻസ് വേണ്ടേ? ബാലൻസ് അത് താൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടോ. ഇനി ഒരു കൈ നോക്കാം. ദൈവം എന്റെ കൂടെ തന്നെയാ ശാലിനി.
ഇവിടുന്ന് തന്നെ ഇതെടുത്ത് മാറ്റിയ എല്ലാം ഇവിടെ തന്നെ തീരും. പിന്നെ സുസ്മിതയ്ക്കെതിരെ തെളിവൊന്നുമില്ല. നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേടി നീ? നീ എന്തിനാണ് എന്നെ ചതിച്ചേ? പറയടി, എന്തിനാ നീ എന്നെ ചതിച്ചെന്ന് പറയേ. പറയടി. നിക്കടി ഇവിടെ. നിക്കടി ഇവിടെ. നിക്കടി. വാടി, നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു വിചാരിച്ചോടി. വാടി അവിടെ. നിക്കടി അവിടെ. നിക്കടി. ഇവിടെ പോയി. അവൻ എന്താ പോവാത്തത്? ഇവൻ എന്നെയും കൊണ്ടേ പോകത്തുള്ളോ? ഈശ്വര, ഒരു പാണ്ടിലോറി അയച്ച് ഇവന്റെ കാര്യം ഒന്ന് തീരുമാനമാക്കി കൊടുക്കൂ. അവൻ അവിടെ നിൽക്കട്ടെ. സുസ്മിതേ, നിക്കടി അവിടെ. അവിടെ നിൽക്കാൻ. അവിടെ നിക്കടി. അവിടെ നിൽക്കാൻ.
പഴയ മോഡൽ അംബാസിഡർ ആണോ? അയ്യോ ഈശ്വര, ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടതുപോലെ ആയല്ലോ. മുന്നിലോട്ട് പോയ വിഷ്ണുവേട്ടൻ, പിന്നിലേക്ക് പോയ ആ പിശാച് രോഹിത്. ഓടി വീടിനകത്ത് എത്തിയില്ലെങ്കിൽ രോഹിത് കാണും. എന്തിനാ ഓടുന്നതെന്ന് വിഷ്ണുവേട്ടന് സംശയം തോന്നിയാലും പ്രശ്നമാ. ശ്ശോ. എടാ വില നഷ്ടമല്ല. ആ പക്ഷേ ആ വിലക്ക് നീ ഒറ്റയടിക്ക് സമ്മതിച്ചാലേ അയാള് വലിയ ഡിമാൻഡ് കൂട്ടും. ആ അപ്പൊ അങ്ങനെ ചെയ്യണം. എടാ കുറേശ്ശെങ്കിലും പണം അടയ്ക്കാൻ അയാൾക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് കാറ് വേണമെന്നില്ല. ആ എടാ അയാൾക്ക് ആ കാറുമായിട്ട് അത്രയ്ക്ക് സെന്റിമെന്റ്സ് ഉള്ളതല്ലേ. ഇവിടെ പോയി. എടാ ചാക്കോക്ക് പണം അടയ്ക്കാൻ കയ്യിലില്ലഞ്ഞിട്ടല്ലോ, മനഃപൂർവ്വം തരണ്ടെന്ന് കരുതിട്ടാ. അതുകൊണ്ട് അയാളൊന്ന് വരട്ടാ ഞാൻ നിന്നോട് പറഞ്ഞ്, മനസ്സിലായ? ഈശ്വര, ആ ധൂമകേതുവായിട്ട് കൂട്ടിയിടിക്കോ വിഷ്ണുവേട്ടൻ? ആ എടാ നീ നോക്കിയും കണ്ടൊക്കെ ചെയ്താ മതി. ഓ ഇടിച്ചു. ഓ രക്ഷപ്പെട്ടു, ഇടിച്ചില്ല. എടാ ഒരു മിനിറ്റ് രോഹിത്തെ. വഴിയെ പോന്ന വയ്യാവേലി വിളിച്ചു വരുത്തുന്നോ? ബ്രോ എടാ ഞാൻ വിളിക്കേ. അല്ല ഇതെന്താ ഈ വഴി? നല്ല തിരക്കിലാ തോന്നുന്നു. സുസ്മിത അവളെ കണ്ടു ഞാനിവിടെ. ഇവിടെയോ? ആ ഇതുവഴി അവള് പോയത്. അല്ല ഇനിയിപ്പോ ബ്രോയുടെ തോന്നലാണോ അത് ഉറപ്പാണോ? അതെ അതെനിക്ക് ഉറപ്പാ, അത് അവള് തന്നെയാ. എന്നെ വെട്ടിച്ച് ഓടിക്കളഞ്ഞു അവള്. ഈ ഏരിയ തന്നെ എവിടെയോ ഉണ്ട് അവള്. നമുക്ക് കണ്ടുപിടിക്കാം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സുസ്മിത അന്വേഷിക്കൽ മാത്രമാണോ ഇയാളുടെ ജോലി? എന്ത് ചെയ്യാൻ ബ്രോ, എനിക്ക് വേറെ നിവൃത്തിയില്ല. അവളെ കണ്ടെത്താതെ എനിക്ക് നാട്ടിൽ കാലുകുത്താൻ പറ്റത്തില്ല. വേറെ ജോലിക്കും പോകാൻ പറ്റത്തില്ല. അല്ല ഇയാളുടെ ചെലവിന് ക്യാഷൊക്കെ ഓക്കെ ആണോ? ഓ അതൊക്കെ ഉണ്ട്. ഇത് വെച്ചു. വേണ്ട ബ്രോ. പാമ്പിന് പാല് കൊടുക്കുന്നോ? അല്ലല്ല ഞാൻ പറയുന്നത് അതെ വേണ്ട, ഇത് വെക്ക്. ചെലവ് വരില്ലേ എടോ? പിന്നെ ഈ ബ്രോ എന്നൊക്കെ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? താൻ കയ്യിൽ വെക്ക്. അപ്പൊ എന്നാ വിട്ടോ. സുസ്മിതയെ ഉടനെ തന്നെ കണ്ടെത്താൻ കഴിയുകൾക്ക്. പിന്നെ ഞാനും അന്വേഷിക്കുന്നുണ്ടല്ലോ. എടോ ദൈവം ഇയാളെ അങ്ങനെ കൈവിടില്ലടോ. താങ്ക്സ് ബ്രോ. ഞാൻ വിളിച്ചോളാം. ഓ പാവം പട്ടിണിയാണെങ്കിലും പുറത്തു പറയാൻ ആത്മാഭിമാനം അനുവദിക്കുന്നുണ്ടാവില്ല. ഈ സാധുവിനെ പറ്റിച്ചവൾ ആരാണെങ്കിലും ദൈവങ്ങൾക്ക് ഉള്ളത് കൊടുത്തോളൂ.
ഇവനെ ഒഴിവാക്കാൻ എന്താ ഒരു വഴി? ഒരു നിവൃത്തിയില്ലെങ്കിൽ അതേ ഉള്ളു വഴി. അവന്റെ ചാവും മിക്കവാറും എന്റെ കൈകൊണ്ട് തന്നെ ആവും.